ചരിത്രത്തിലില്ലാത്ത ഇടതുപക്ഷമെന്ന് പറഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുന്ന സംഘപരിവാറുകാരെ നമുക്ക് കാണാൻ പറ്റും. ഈ ശ്രീജിത്ത് പണിക്കരാതി ടീമുകളൊക്കെ അങ്ങനെയാണ്. പക്ഷേ ചിലപ്പോൾ തീവ്ര ഇടതുപക്ഷക്കാർ, ദളിത് ചിന്തകർ എന്ന് പറയുന്ന ചിലരെയും നമുക്ക് ആ കൂട്ടത്തിൽ കാണാൻ പറ്റും. വിഗയിൽ അപ്പച്ചൻ, ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി, അതുപോലെ നമ്മൾ കണ്ടതും അറിഞ്ഞതും അറിയാത്തതുമായ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കൾ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന വൈക്കം സത്യാഗ്രഹം, അതിനൊക്കെ ശേഷവും ഇവിടെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയ സുഹൃത്തെ, നമുക്ക് ഈ വാക്കുകളൊന്ന് കേൾക്കാം. സമരം 1915 കല്ലുമാല സമരം, 1917 മിശ്രഭോജനം. എന്താണ് ഇതര ജാതികളിൽപ്പെട്ട ആളുകൾ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നത് മിശ്രഭോജനം 1917 മുതലാണ്. ശേഷം മിശ്രഭോജനത്തിലേക്ക് NSS മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ കൂടി ചേർന്നുകൊണ്ട് മിശ്രഭോജനം വലിയൊരു സമരമായി കേരളത്തിന്റെ ചരിത്രത്തിൽ രൂപപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വൈക്കം സമരം, ഐത്തോച്ചാരണത്തിന്റെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു വൈക്കം സമരം. പിന്നെ 34 വിധവാ വിവാഹം വി.ടി. ഭട്ടതിരിപ്പാടിന്റെ. അപ്പൊ ഈ കാലഘട്ടങ്ങൾ, അതായത് 813 മുതൽ 1934 വരെ ഉണ്ടാകുന്ന കേരളത്തിന്റെ അത്രയും നാൾ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്ന ജാതിയുടെയും സവർണാധിപത്യത്തിന്റെയും, സവർണാധിപത്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാതി പുരോഗമനവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന സവർണാധിപത്യത്തെ കുറിച്ചല്ല സംസാരിക്കുന്നത്, മറിച്ച് കേരളത്തിൽ യഥാർത്ഥത്തിൽ നിലനിരുന്ന മുതലാളിത്തത്തിന്റെയും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന സവർണാധിപത്യത്തിന്റെയും ശേഷിപ്പുകളെ, കൊള്ളരുതായ്മകളെ ചോദ്യം ചെയ്തുകൊണ്ട് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളിലും അംഗങ്ങളല്ലാതിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളിലെ അംഗങ്ങളില്ലാതിരുന്ന ആളുകളാണ് ആ സമരങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതെന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെയൊക്കെ തച്ചുടച്ചുകൊണ്ടാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ ഗീബൽസിയൻ തന്ത്രങ്ങളാണ്. ഗീബൽസ് ആരാണെന്ന് എല്ലാവർക്കും. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ചേന്നമംഗലത്ത് വിഷുമാറ്റം എന്നുള്ള ചരിത്രത്തിലൂടെ നടന്നു വന്നിട്ടുള്ള ഒരു ചന്ത കാണാനായിട്ട് പോയത്. അവിടെ AG വേലായുധൻ 1948 ചേന്നമംഗലം സത്യാഗ്രഹത്തിന്റെ പശ്ചാത്തലത്തിൽ രക്തസാക്ഷിയായ AG വേലായുധന്റെ രക്തസാക്ഷി മണ്ഡപമുണ്ട്. പ്രിയ സുഹൃത്തെ, നിങ്ങൾക്കിതറിയൂ? 1946 നടന്ന കുട്ടംകുളം സമരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1941 നടന്ന കയ്യൂർ സമരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജന്മിക്കുടിയാൻ വ്യവസ്ഥ അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ നിൽക്കുമ്പോൾ പരിയാരം കർഷക സമരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. 1956 ASN നമ്പീശൻ്റെ നേതൃത്വത്തിൽ നടന്ന മാറുമറയ്ക്കൽ സമരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി ഇതൊന്നും വേണ്ട, ഇതൊന്നും അല്ലാത്ത നിരവധിയായ പ്രക്ഷോഭങ്ങളുടെ കേരളമാണ്. ഓരോ പ്രദേശത്തും നോക്കിയാൽ അവിടെ അമ്പലത്തിൽ ദർശനം നടത്താൻ വേണ്ടിയിട്ട് 1936 ക്ഷേത്രപ്രവേശന വിളംബരം എഴുതിയപ്പോൾ കൊച്ചിയിൽ ഇത് എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കറിയൂ? അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ല. ഇതൊക്കെ താനേ മാറിയതാണെന്ന് വിശ്വസിക്കുന്ന സംഘപരിവാറിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഈ ചരിത്രം ഒന്നും തന്നെ ആവശ്യമില്ല. ഇതൊന്നും പറയേണ്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നതല്ല, പക്ഷേ ചിലരുടെ മുമ്പിൽ പറയേണ്ടതുണ്ട്. നമ്മൾ പറയുന്നത് KPSC നാടകങ്ങൾ, സാംബശിവൻ എന്ന് പറഞ്ഞ ആ മഹാവ്യക്തിത്വം, അതിനുമപ്പുറം നമ്മുടെ സിനിമകൾ, നമ്മുടെ എഴുത്തുകൾ, ഇതൊക്കെയാണ് നമ്മൾ ഒരു സാഹോദര്യ സമൂഹമായിട്ട് മാറാനായിട്ടുണ്ടായ കാരണങ്ങളിൽ ചിലത്. അതിന് ചില പുറകോട്ട് നടക്കലുകൾ ഉണ്ടാവുമ്പോൾ നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ പറയരുത് എന്ന് മാത്രമാണ് ഒരു അഭ്യർത്ഥന. ഇതൊരു അഭ്യർത്ഥനയാണ്. കാരണം ചരിത്രം തിരുത്തി എഴുതാൻ നടക്കുന്നവർക്ക് പ്രചോദനമാവും, അവർക്ക് നിങ്ങൾ ഊർജം കൊടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഒരു അഭ്യർത്ഥന പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.